ഹലോ, എന്തെല്ലാം വിശേഷം? അതെ, നല്ല മഴയാണ്. ഒരു ചായ കുടിക്കാൻ പോയല്ലോ. ഒരു ഫ്രീ ചായ ഇവന് കൊടുക്കും. ഓ, പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. പറഞ്ഞാൽ ഇപ്പോൾ ചായയും കടിയൊക്കെ കുടിക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് അനിശ്ചിത മാത്രമല്ല ഞങ്ങളെല്ലാവരും അങ്ങനെ പുരയിലുള്ളവരെയും ഗൾഫിലുള്ള ഭർത്താക്കന്മാരെയും ഒക്കെ വിളിച്ചെങ്ങാണ്ട് പൈസയൊക്കെ പിരിവിട്ടെങ്ങാണ്ട് എല്ലാവരും ഇപ്പോൾ അടിപൊളിയായിട്ട് ചായ കുടിക്കാന്നുള്ളൊരു ധാരണയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചൗട്ട് ചെയ്യാൻ മറന്നു വയ്ക്കുകയാണെങ്കിൽ നാളെ വരുമ്പോൾ ഒരു അറ്റൻഡൻസ് കുറവായി കിട്ടും. ചായ കുടിക്കാൻ പൂജയായി മനുഷ്യൻ വേഗം നടക്കാൻ നോക്കുമ്പോഴാണ് ഇവലാണെങ്കിൽ നടന്നിട്ട് നീങ്ങണമില്ല. ഇതാണ് നമ്മളെ സ്ഥിരം ചായ കുടിക്കാൻ പോണ ഊട്ടുപുര. പക്ഷേ ഇന്ന് ഞങ്ങൾ ഊട്ടുപുരയിലേക്കല്ല പോകണം. അതിലും വിലക്കുറവിൽ ചായ ഇട്ടുന്നൊരു സ്ഥലമുണ്ട്. 12 രൂപ ചായ, 12 രൂപ കടി. നല്ല പെരും മഴയത്ത് ചൂട് ചായ ഊതി കുടിക്കാമല്ലോ എന്നുള്ള ധാരണയിലാണ് ചായ കുടിക്കാനുള്ള പ്ലാൻ ഇട്ടത്. അപ്പം തൊട്ടാണെങ്കിൽ പിന്നെ ഒരു തുള്ളി മഴയിട്ട് പെയ്തിട്ടില്ല. പിന്നെ അവിടെ എവിടെയും കണ്ട ഷോപ്പിലൊക്കെ നോക്കി നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടോയെന്ന് സെർച്ച് ചെയ്ത് അങ്ങനെ പോകാൻ. അപ്പോൾ ഈ ചാറ്റ് തരുന്നത് വെറുതെ അല്ല കേട്ടോ, ചായപ്പൊടി കുറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിക്കും പോലുള്ള ആൾക്കാരല്ല ഞങ്ങളങ്ങനെ തോറ്റ് പിന്മാറുന്ന ചരിത്രമല്ല. പിന്നെ 24 ഉറുപ്പ്യൻ്റെ ചായയും കടിയും തിന്നാൻ പോയ ഞങ്ങൾ വലിയൊരു ഗൾഫത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന പീടിയെല്ലാം അങ്ങോട്ട് കയറി. ചായപ്പീടി അല്ലെങ്കിൽ ഗൾഫത്തെ പീടി അത്ര തന്നെ ഞങ്ങൾക്കുള്ളൂ. പിന്നെ തിരിച്ചു മറിച്ച് നോക്കിയത് അതിൻ്റെ വിലയാണ്. അങ്ങനെ 24 ഉറുപ്പ്യ കൊടുക്കേണ്ടടുത്ത് ഞങ്ങൾ ലാസ്റ്റ് 100 ഉറുപ്പ്യക്ക് സോനാപ്പപ്പൊടിയും പിന്നെ എന്തോ കറുമുറു സാധനവും വാങ്ങി പോകുന്നു. പിന്നെ ഞങ്ങൾ ഓഫീസിൽ വന്നിട്ട് അത് സമാധാനത്തോടെ തിന്നു. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.